So next we can do some four problems. First one, find the Fourier transform and Fourier integral representation of f of x is equal to 1 for mod x less than 1 and 0 otherwise. And hence show that integral 0 to infinity sin omega by omega d omega is pi by 2. ഈ ടൈപ്പ് ക്വസ്റ്റൻ ആയിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും, അതിൻ്റെ Fourier ട്രാൻസ്ഫോം എഴുതണം, ചിലപ്പോൾ Fourier ഇൻ്റഗ്രലും ചോദിക്കും, പിന്നെ ഇതുപോലൊരു ഇൻ്റഗ്രലും ഡെഡ്യൂസ് ചെയ്യാനായിട്ട് ചോദിക്കും. So here f of x is 1 for mod x less than 1. That means x is between minus 1 and plus 1. f of xൻ്റെ വാല്യൂ 1 ആണ്. 1 എന്ന് വെച്ചാൽ ഈവൻ ഫംഗ്ഷൻ അല്ലേ, അതായത് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനൊക്കെ ഈവൻ ആണ്. അപ്പോൾ ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് വി ക്യാൻ ഫൈൻഡ് ദ Fourier കൊസൈൻ ട്രാൻസ്ഫോം. Fourier ട്രാൻസ്ഫോം ചെയ്താൽ നമ്മൾ ഇതിലോട്ട് എത്തും. ഓക്കെ, സോ ഡയറക്ട്ലി വി ക്യാൻ ഫൈൻഡ് ദ Fourier കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് f of x. It is by definition root of 2 by pi integral 0 to infinity f of x cos omega x dx. And it is root of 2 by pi integral 0 to infinity. But the function is defined for minus 1 to 1. നമുക്ക് 0 to infinity വരെ പോകണ്ട, പകരം 1 വരെ പോയാൽ മതി. So 0 to 1 value is 1 cos omega x dx and it is root of 2 by pi cos omega യുടെ ഇൻ്റഗ്രൽ sin omega x divided by omega from 0 to 1. 1 കൊടുത്താൽ x is varying from 0 to 1. So x ന് 1 കൊടുത്താൽ root of 2 by pi sin omega by omega. When x is 0, sin 0 0. So we get root of 2 by pi sin omega by omega. Next we have to show that 0 to infinity sin omega by omega d omega pi by 2. അപ്പോൾ അതിന് നമുക്കിപ്പോൾ കിട്ടിയ എന്താണ്? Fourier cosine transform is root of 2 by pi sin omega by omega. അപ്പോൾ എപ്പോഴും ഇതിൻ്റെ ഇൻവേഴ്സ് എടുക്കുക. So inverse Fourier cosine transform f of x is root of 2 by pi integral 0 to infinity fc of omega into cos omega x d omega. So it is 0 to infinity fc of omega നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, cos omega x d omega എന്ന് കിട്ടും. ഇപ്പോൾ root of 2 by pi into root of 2 by pi into root of 2 by pi is 2 by pi. 0 to infinity sin omega by omega into cos omega x d omega. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് 0 to infinity sin omega by omega d omega is pi by 2. അപ്പോൾ ഇവിടെ എക്സ്ട്രാ ഒരു cos omega x എന്നൊരു ടേം കൂടെ ഉണ്ട്. അപ്പോൾ എക്സിന് വാല്യൂ കൊടുത്താൽ പോരെ. ഹിയർ ദ ഫംഗ്ഷൻ ഇസ് 1 for mod x less than 1. So that is minus 1 to 1. x varies from minus 1 to 1. Function is 1. അപ്പോൾ നമുക്ക് എക്സിന് 0 കൊടുക്കാമല്ലോ, ഇതിന് ഇടയ്ക്ക് വരുമല്ലോ. സോ പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു 0. സോ എഫ് ഓഫ് 0 1 തന്നെ, കോൺസ്റ്റൻ്റ് ആണ്, ഏത് കൊടുത്താലും 1 തന്നെ കിട്ടും. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 ഇതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. f of x is 1i, f of 0 1 is equal to 2 by pi integral 0 to infinity sin omega by omega cos 0 now. And cos 0 is 1. So pi by 2 is 0 to infinity sin omega by omega d omega. മനസ്സിലായല്ലോ? അപ്പോൾ ഈ രീതിയിൽ ഫോമുല എഴുതി ഇങ്ങനെയുള്ള ഇൻ്റഗ്രൽ ആണെങ്കിൽ ഇൻവേഴ്സ് എടുത്തിട്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ, find the Fourier transform of f of x is equal to x in mod x less than or equal to 1, 0 otherwise. Here also function from minus 1 to 1 function is x. Fourier transform in the formula substitute 1 by root of 2 pi integral minus infinity infinity f of x e raised to minus i omega x dx. It is minus infinity infinity വരെ ചെയ്യേണ്ട, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവിടെയാണ്? minus 1 to 1. So minus 1 to 1 x ഫംഗ്ഷൻ വാല്യൂ x e raised to minus i omega x dx. minus 1 to 1 ആയതുകൊണ്ട് നമുക്ക് ഈവൻ ഓടും ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സിന് ഇങ്ങനെ എഴുതാം, കോസ് ഒമേഗ എക്സ് മൈനസ് ഐ സൈൻ ഒമേഗ എക്സ്. ദെൻ ഓപ്പൺ ദി ബ്രാക്കറ്റ് എക്സ് കോസ് ഒമേഗ എക്സ് മൈനസ് എക്സ് ഐ സൈൻ ഒമേഗ എക്സ്. എക്സ് ഓട് കോസ് ഈവൻ, സോ ഓട് ഇൻറ്റു ഈവൻ ഓട്, എക്സ് ഓട് സൈൻ ഓട്, സോ ഓട് ഇൻറ്റു ഓട് ഈവൻ. സോ minus 1 to 1 ഓഡ് ഫംഗ്ഷൻ 0 ആവും. ഓൺലി നോൺ സീറോ എക്സിസ്റ്റ് ഫോർ ദിസ് ഈവൻ ഫംഗ്ഷൻ. So 1 by root of 2 pi property is 2 into integral 0 to 1 minus ix sin omega x dx. ഇനി ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അത് നമുക്ക് ഫോമുല ഉണ്ട്, എക്സ് സൈൻ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ്, സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ ഒമേഗ എക്സ്. ഫസ്റ്റ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, സൈൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗ. 1ൻ്റെ ഡെറിവേറ്റീവ് 0, അഗെയിൻ ഇൻ്റഗ്രൽ, ദെൻ എക്സ് ഇൻറ്റു മൈനസ് കോസും നെഗറ്റീവ് ഓഫ് 1 ഇൻറ്റു മൈനസ് സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ സ്ക്വയർ ഫ്രം 0 to 1. So this is the required Fourier transform.
Next one, find the Fourier transform of e raised to minus a into mod x for a greater than 0. Then using the integral, we have to find the inverse of 1 by omega square, 1 plus omega square, and hence prove this integral. So first of all, we have to find the Fourier transform of this one, e raised to minus a mod x. e raised to minus a mod x is even. Mod x is even. X in the place of minus x from minus infinity to infinity. So we can find the Fourier cosine transform even ayadonde. And what is fc of omega? Root of 2 by pi integral 0 to infinity e raised to minus ax cos omega x. Because 0 to infinity our modulus plus n. 0 to infinity positive side. So mod x plus out. So minus ax cos omega x. Ini e raised to cos in product integral integral of e raised to x cos bx is e raised to x by a square plus b square into a cos bx plus b sin bx. So here e raised to minus ax by minus a into square a square omega square into minus a cos omega x plus cos plus omega sin omega x from 0 to infinity. The whole from 0 to infinity. If x is infinity, we are substituting for x, e raised to minus infinity is 0. If x is 0, 0 koduttal e raised to 0 1. So cos 0 1. So minus a matram sin 0 0. So it is root of 2 by pi a by a square plus omega square. Let it be equation number 1. Because we have to find the inverse of 1 by 1 plus omega square. This is the Fourier transform of e raised to minus a mod x. Okay. Next, adil reduce cheyanam. So we get f of omega root of 2 by pi a by a square plus omega square. That means Fourier transform of e raised to minus a mod x is root of 2 by pi a by a square plus omega square. So what is the inverse of this one? So the inverse of root of a by 2 by pi a by a square plus omega square is e raised to minus a mod x. Then what happens if a is 1? Because we have to find the inverse of 1 by 1 plus omega square. അപ്പോൾ a 1 കൊടുത്താൽ പോരെ. a 1 കൊടുത്താൽ ഈ root of 2 by pi right hand side വരുമ്പോൾ root of pi by 2. a ക്ക് 1 കൊടുത്താൽ minus mod x. So this is the inverse of 1 by 1 plus omega square. Next we have to prove this integral. Okay. Prove that e raised to 0 to infinity cos omega x by 1 plus omega square d omega. So we have to find the inverse Fourier cosine transform. Eppozhum cos undengil inverse Fourier cosine transform, sine aanengil sine transform. So inverse eduthal root of 2 by pi 0 to infinity cos omega x by 1 plus omega square. That is ഇത്. ഇതിൻ്റെ ഇൻവേഴ്സ് ഇതല്ലേ. So ഇതിൻ്റെയാണ് ഇൻവേഴ്സ് Fourier cosine transform എടുക്കുന്നത്. That will be this one. So what is this integral? ഈ root of 2 by pi വരുമ്പോൾ root of pi by 2. So pi by 2 e raised to minus mod x. Okay. Simple ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം. പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഫോർമുല യൂസ് ചെയ്താൽ മതി. Next one, find the Fourier transform of f of x. It is sin x for mod x less than or equal to a, 0 for mod x greater than a. So function is sin x for minus a to a. Formula 1 by root of 2 pi integral minus infinity infinity sin x e raised to minus I omega x dx. അപ്പോൾ ഇതിൽ e raised to minus I omega x നെ cos omega x minus I sin omega x എന്ന് എഴുതാം. പ്രോഡക്റ്റ് ചെയ്യുക. sin x into cos, sin odd cos even. So odd into even odd. Sin into sin, odd into odd even. അപ്പോൾ odd into even odd ആണ്. So ആ ടേം minus a to a ചെയ്യുന്നുണ്ട്. Because function is defined in minus a to plus a. So minus infinity വരെ ചെയ്യേണ്ട, പകരം ഈ നോൺ സീറോ ഇൻ്റർവൽ മാത്രം എടുത്താൽ മതി. സോ മൈനസ് എ ടു എ വന്നുകൊണ്ടാണ് ഈവനോട് നമ്മൾ ചെക്ക് ചെയ്തത്. സോ ഓഡ് ഫംഗ്ഷൻ ഫ്രം മൈനസ് എ ടു എ is 0. So that cancels. So even property twice 0 to a minus I sin x sin omega x dx. Next we have to integrate that integral. Sin x sin omega x ചെയ്യണം. It is minus I by root of 2 pi വരും.
സൈൻ എ സൈൻ ബി ഫോമുല യൂസ് ചെയ്യണം. 2 സൈൻ എ സൈൻ ബി ഈസ് കോസ് ഓഫ് എ മൈനസ് ബി മൈനസ് കോസ് ഓഫ് എ പ്ലസ് ബി. അപ്പോൾ കോസ് ഓഫ് എക്സ് പ്ലസ് ഒമേഗ എക്സ് ഓ എക്സ് മൈനസ് ഒമേഗ എക്സ്, ദാറ്റ് ഇസ് 1 മൈനസ് ഒമേഗ ഇൻറ്റു എക്സ്. നെക്സ്റ്റ് എക്സ് പ്ലസ് ഒമേഗ എക്സ് 1 പ്ലസ് ഒമേഗ ഇൻറ്റു എക്സ്. So cosine integral sine of 1 minus omega into x by 1 minus omega. Again minus sine of 1 plus omega into x by 1 plus omega from 0 to a. A കൊടുത്താൽ ഇവിടെ ആവും 0 എടുത്ത sin 0 0 അല്ലേ. So this is the transform.